നമസ്കാരം, ഞാൻ രഹലാകൃഷ്ണ. കേരളം ഞെട്ടിയ കൂട്ടക്കൊലപാതകമായിരുന്നു തിരുവനന്തപുരം നന്ദൻകോട് 2017 ഏപ്രിൽ 5, 6 തീയതികളിൽ നടന്നത്. ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള ബെയിൻ കോമ്പൗണ്ടിലെ 117 നമ്പർ വീട്ടിലാണ് പ്രൊഫസർ രാജതങ്കം, ഭാര്യ ഡോക്ടർ ജീൻ പത്മ, മകൾ കരോലിൻ, ബന്ധു ലളിത എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 8 വർഷങ്ങൾക്കിപ്പുറം പ്രതി ശിക്ഷിക്കപ്പെടുമ്പോൾ അപൂർവമായൊരു കുറ്റകൃത്യമായി കേഡൽ ജിൻസൺ രാജയുടെ ക്രൂരത അവശേഷിക്കുന്നു. വീടിനുള്ളിൽ വെച്ചായിരുന്നു എല്ലാ കൊലകളും നടത്തിയത്. കൊലപാതകം നടത്തുന്നതിന് മുൻപ് കേഡൽ ജിൻസൺ രാജ നിരവധി തവണ ഡമ്മിയിൽ ട്രയൽ നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ കയറി മഴ ഉപയോഗിച്ച് കഴുത്ത് മുറിക്കുന്നത് കണ്ട് പഠിച്ചതായും കേഡലിന്റെ ലാപ്ടോപ്പ് പരിശോധിച്ചപ്പോൾ കണ്ടെത്താനായി. അമ്മ ജീൻ പത്മയാണ് കേഡൽ ആദ്യമായി കൊലപ്പെടുത്തിയത്. താൻ നിർമ്മിച്ച വീഡിയോ ഗെയിം കാണിക്കാനെന്ന വ്യാജേന അമ്മയെ മുകളിലത്തെ കിടപ്പുമുറിയിൽ എത്തിച്ച് കസേരയിൽ ഇരുത്തിയ ശേഷം മഴ കൊണ്ട് തലയ്ക്ക് പുറകിൽ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം കിടപ്പുമുറിയിൽ ഒളിപ്പിച്ച ശേഷം ഒന്നും സംഭവിക്കാത്ത പോലെ താഴെ എത്തിയ പ്രതി അന്ന് വൈകിട്ടോടെ അച്ഛൻ രാജതങ്കത്തെയും സഹോദരി കരോളിനെയും അമ്മയെ കൊന്ന പോലെ തലയ്ക്ക് പിന്നിൽ വെട്ടിക്കൊലപ്പെടുത്തി. ഈ മൃതദേഹങ്ങളും ഒളിപ്പിച്ചു വെച്ചു. വീട്ടിലുണ്ടായിരുന്ന ബന്ധുവായ ലളിതയും ജോലിക്കാരെയും മറ്റുള്ളവരെ പറ്റി കേഡലിനോട് അന്വേഷിച്ചുവെങ്കിലും അവരെല്ലാം ചേർന്ന് കന്യാകുമാരിക്ക് ടൂർ പോയി എന്നായിരുന്നു മറുപടി. അടുത്ത ദിവസം രാത്രിയാണ് കേഡൽ ലളിതയെ കൊലപ്പെടുത്തിയത്. അമ്മ ലാൻഡ് ഫോണിൽ വിളിക്കുന്നു എന്ന് കള്ളം പറഞ്ഞു. മുകളിലത്തെ കിടപ്പുമുറിയിൽ എത്തിച്ചായിരുന്നു കൊല നടത്തുന്നത്. മറ്റു കൊലകൾക്ക് ഉപയോഗിച്ച അതേ മഴ ഉപയോഗിച്ചായിരുന്നു അതേ മാതൃകയിൽ വെട്ടിക്കൊന്ന ശേഷം മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഒളിപ്പിക്കുകയായിരുന്നു. കൊലയ്ക്ക് പിന്നാലെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും മൃതദേഹം കേഡൽ കത്തിച്ചു കളഞ്ഞു. കൂട്ടക്കൊലയ്ക്ക് ശേഷം വീടിനു തീയിട്ടു. ചെന്നൈയിലേക്ക് കടന്നു. അന്ന് വീട്ടിൽ നിന്ന് തീയും പുകയും ഉയർന്നത് കണ്ടാണ് അയൽക്കാർ ഫയർഫോഴ്സിനെ വിളിച്ചത്. അവരെത്തി നോക്കിയപ്പോഴാണ് 4 മൃതദേഹങ്ങൾ കണ്ടത്. കൊലപാതകത്തിന് 4ാം നാൾ കേഡൽ പിടിയിലായി. ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങവേ തമ്പാനൂർ റെയിൽവേ പോലീസ് പിടിയിലാവുകയായിരുന്നു ഉണ്ടായത്. എങ്കിലും മാനസിക ആരോഗ്യ പ്രശ്നം പറഞ്ഞാണ് വിചാരണ വർഷങ്ങളോളം വൈകിച്ചത്. എന്നാൽ കോടതി രൂപീകരിച്ച മെഡിക്കൽ ബോർഡ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും പ്രാപ്തനാണെന്നും കണ്ടെത്തി. ഇതോടെയാണ് കോടതിയിൽ വിസ്താരം തുടങ്ങുന്നത്. കേരളത്തിൽ നടക്കുന്ന കൊലപാതക പരമ്പരകൾ. ലഹരി വിഴുങ്ങുന്ന കേരളം. കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും നടക്കുന്ന ലൈംഗിക ആക്രമണങ്ങൾ. എന്നിങ്ങനെ നീളുന്നു കേരളത്തിന്റെ ദയനീയ അവസ്ഥ. കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതക പരമ്പരകൾ. 1968 മരിയക്കുട്ടി കൊലക്കേസ്, 1980 കരിക്കിൻ വില്ല കൊലപാതകം, സുകുമാരക്കുറുപ്പ്, 2011 സൗമ്യ വധക്കേസ്, കൊല്ലം അഞ്ചൽ വധക്കേസ്, 2016 കൂടത്തായി കൊലപാതകം, 2022 പാറശാല ഷാരോൺ വധക്കേസ്, 2020 പാലത്തായി കേസ്, 2022 ഇലന്തൂർ നരബലി, തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ നടന്ന കൂട്ടക്കുരുതി, കാലടി കൂടത്തിൽ വീട്ടിൽ നടന്ന ദുരൂഹ മരണങ്ങൾ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൈമനത്ത് നടന്ന ഒരു യുവാവിന്റെ കൊലപാതകം. എത്ര തന്നെ മൂടിവെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കയ്യൊപ്പോടുകൂടി തെളിവുകൾ പുറത്തുവരും. ഞങ്ങൾ ആരംഭിക്കുന്നു ദ റിയൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സ്റ്റോറി.